മെട്രോ സ്റ്റേഷനടുത്തായിട്ട് ആലുവയ്ക്കും കളമശ്ശേരിക്കും നടുവിലായി ഒരു 3 BHK ഹൗസ് 57 ലക്ഷം രൂപയ്ക്ക്. ഈ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായി ചെയ്ത 4 ആർക്കിടെക്ചറൽ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബോക്സി കണ്ടംപററി എലിവേഷനിലുള്ള ഈ 4 വീടുകളിൽ 3 സോൾഡ് ഔട്ടായി. ഇനി ഒരു വീട് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3.5 മീറ്ററിലധികമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. 6 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഫോൾഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണുള്ളത്. 19 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണുള്ളത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണർ ടെമ്പററി ആയിട്ട് ഒരു മെറ്റൽ ഡോർ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 7.5 അടിയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 7.5 അടിയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഏരിയയാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ് ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഈ ഒരു വോളിൽ ഈ ഒരു പോർഷൻ നാച്ചുറൽ സ്റ്റോൺ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രധാന വാതിലിൻ്റെ ഇരുവശങ്ങളിലേക്കും വരുമ്പോൾ ടൈല് കൊടുത്ത് ബീഡിംഗ് ഒക്കെ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണി 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 15 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് വളരെ ഭംഗിയായി ചെയ്ത ഒരു ഗ്ലാസ് വിൻഡോ കാണാം. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്.
നമുക്കിനി ഈ വീടിന് താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഇവിടെ ഗ്ലോസി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് എപ്പോക്സി ആണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ആൻഡ് ഗ്ലോസി ടൈൽസിലും ഹാൻഡ് റെയിൽ വുഡും ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ലാൻഡിങ്ങിന്റെ ഭാഗത്തായിട്ട് വലിയ 2 ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് TV യൂണിറ്റിനുള്ള ഒരു പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ആദ്യം കാണുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെയും ജാഗ്വാറിന്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ട് വാൾഡ്രോബിനുള്ള ഒരു പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെയും ജാഗ്വാറിന്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3.5 സെന്റ് സ്ഥലത്ത് 1470 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 57 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.